A bottle can hold 3/4 liter of milk. How many liters of milk is there in 7 such bottles? അപ്പോൾ ഒരു ബോട്ടിലിനകത്ത് 3/4 ലിറ്റർ മിൽക്ക് കൊള്ളും. 3/4 ലിറ്റർ. അങ്ങനത്തെ 7 ബോട്ടിൽസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റു 7 ഇതായിരിക്കും ടോട്ടൽ ലിറ്റർ. ഇതിനകത്ത് 7 എന്ന് പറയുന്നത് 7/1 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 3 × 7 21 അല്ലെ. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 1 4. ഓക്കെ, 21ഉം 4ഉം കോമൺ ആയിട്ട് നമ്പേഴ്സ് കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് 21നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 21 ഡിവൈഡ് ബൈ 4. 4ന്റെ ടേബിളിൽ 21ന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പർ 20 ആണ്. അപ്പൊ 4 × 5 ആണ് 20 കിട്ടുന്നത് അല്ലെ. റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇനി നമ്മൾ ഈ നമ്പറിനെ എന്താക്കണം, മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പം ഇവിടെ കോഷ്യന്റിൽ നിന്ന് തുടങ്ങണം. മുകളിലുള്ള ആള് 5 നിന്ന് തുടങ്ങി പിന്നെ റിമൈൻഡറിലോട്ട് വരണം. 1/4 ഇതാണ് ഫൈനൽ ആൻസർ. ഇത്രയും ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് കൊള്ളും. An iron block weighs 1/4 kilogram. ഒരു അയൺ ബ്ലോക്കിന് 1/4 kilogram ആണ് വെയിറ്റ്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 15 സച്ച് ബ്ലോക്സ്? അപ്പൊ 1/4 ആണ് ഒരു അയൺ ബ്ലോക്കിന്റെ വെയിറ്റ്. അങ്ങനത്തെ 15 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ കിട്ടണമെങ്കിൽ ഇൻറ്റു 15 ചെയ്തു. ഇതിനകത്ത് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഡിവൈഡ് ബൈ 1 എടുക്കാം. അപ്പം ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 15 15. പിന്നെ ഡിനോമിനേറ്ററിൽ 4 × 1 4. ഇതിൽ 15ഉം 4ഉം നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് സാധാരണ പോലെ പോയിട്ട് ഡിവൈഡ് ചെയ്യാം. 15 ഡിവൈഡ് ബൈ 4. ഇതിൽ 4ന്റെ ടേബിളിൽ 15ന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. 3 × 4 12. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 എന്ന് വരും. ഇനി നമ്മൾ ഇവരെ എന്താക്കണം, മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ കോഷ്യന്റ് ആണ് ആദ്യം എടുക്കുക 3. പിന്നെ ഇങ്ങോട്ട് വരും റിമൈൻഡർ 3 ഡിവൈഡ് ബൈ 4. ഡിവൈസർ അവസാനം. ഇത്രയും കിലോഗ്രാം ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. ഇനി വാട്ട് അബൌട്ട് 16 ബ്ലോക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 16 ബ്ലോക്സ് ആണ്. ഓരോ ബ്ലോക്കിനും 1/4 തന്നെയാണ് വെയിറ്റ്. അപ്പൊ സെക്കൻഡ് പാർട്ടില് 1/4 വെയിറ്റ് ഉള്ള 16 ബ്ലോക്സ് ആണ് വരുന്നത്. അപ്പൊ 16 എന്ന് പറയുന്നത് 4ന്റെ ടേബിളിലുള്ളതാ അല്ലെ. 4 × 4 ആണ് 16. അപ്പോ ഇത് 1/4 × 16 എന്ന് പറയുന്നത് ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് വിചാരിച്ചാല് 1 × 16 16/4 × 1 4. ഇങ്ങനെ എഴുതാലോ. ചുരുക്കി പറഞ്ഞത് 16 ഡിവൈഡ് ബൈ 4 തന്നെയാണ് വരുന്നത് അല്ലേ. എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ 4ന്റെ ടേബിളിലുള്ള നമ്പർ ആണ് 16. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 ആണ്. 4 കിലോഗ്രാം ആയിരിക്കും വരുന്നത്. ഓക്കെ, 16 ബ്ലോക്സ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് വരുമ്പോൾ അത് 4 കിലോഗ്രാം ആയിരിക്കും. Each of some iron rods of length 2 meters is cut into 5 equal pieces. Each of some iron rods of length 2 meters. 2 മീറ്റർ ഉള്ള iron rods 5 equal pieces ആക്കി. What is the length of each piece? അപ്പൊ ശരിക്കും 2 മീറ്റർ ആയിരുന്നു, അതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നല്ലേ അർത്ഥം വരുന്നത്. അപ്പോ each of some iron rods of length 2 meters is cut into 5 equal pieces. അപ്പോൾ what is the length of each piece എന്ന് പറയുമ്പോൾ 2 ഡിവൈഡ് ബൈ 5. ഇവിടെ 2/5 എന്ന് എഴുതി നിർത്താൻ കാരണം 2 ന്യൂമറേറ്റർ ചെറുതാണ്, ഡിനോമിനേറ്ററിനെക്കാട്ടിലും ചെറുതാണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതി നിർത്തിയാൽ മതി. ഇത്രയും മീറ്റർ ആയിരിക്കും ഒരു പീസിന്റെ ലെങ്ത് വരുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 such pieces? അപ്പോൾ 2/5 മീറ്റർ ലെങ്ത് ഉള്ള അതാണ് ഒരു പീസ്. അങ്ങനത്തെ 4 പീസ് ഒന്നിച്ച് വരണമെന്ന്. അപ്പം 2/5 × 4 ഇതായിരിക്കും 4 പീസ് ഒന്നിച്ചെടുത്താൽ ഉണ്ടാകുന്നത്. അപ്പം ഇതിനകത്ത് 4 എന്ന് പറയുന്നതിന് 4/1 കൊടുക്കാം. 2 × 4 8 ആയി. ഡിവൈഡ് ബൈ താഴെയുള്ളത് 5 × 1 5. 8ഉം 5ഉം നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 8നെ സാധാരണ പോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5ന്റെ ടേബിളിൽ 8ന്റെ തൊട്ടടുത്ത് 8നെക്കാട്ടിലും ചെറുതെന്ന് പറയാൻ ആകെ 5 ഉള്ളൂ. 5 × 1 ആണ് 5 ആയത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. ഇനി നമ്മൾ തുടങ്ങേണ്ടത് 1 നിന്നാണ്. 1 and കണ്ടോ, ആൻസർ എഴുതുമ്പോൾ എപ്പോഴും കോഷ്യന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1 and 3/5.
ഇത്രയും മീറ്റർ ആയിരിക്കും അതിലുണ്ടാവുക 4 സച്ച് പീസസിന്. ഇനി വാട്ട് അബൌട്ട് 10 സച്ച് പീസസ്? ഇങ്ങനത്തെ 10 പീസാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പീസ് എന്ന് പറയുന്നത് തന്നെ 2/5 ആണ്. അങ്ങനത്തെ 10 എണ്ണം. അപ്പൊ 2/5 ഇൻറ്റു 10 ചെയ്യണം. ഇതിൽ 10 എന്ന് പറയുന്നതിന് നമുക്ക് 10/1 എടുക്കാം. അപ്പോ 2 ഇൻറ്റു 10 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ 5 അല്ലെ, 5 ഇൻറ്റു 1 5. ഇതിനകത്ത് ഒരു പ്രത്യേകതയുള്ളത് 10ഉം 5ഉം അല്ലെ ഡിവിസിബിൾ ആണ് 5 കൊണ്ട്. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇപ്പം കട്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ളത് ന്യൂമറേറ്ററിൽ 2 ഇൻറ്റു 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 1 ഉണ്ട്. അപ്പം 2 ഇൻറ്റു 2 4/1 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് അല്ലേ. അപ്പൊ 4 ആണ് ആൻസർ വരുന്നത്. 10 പീസസ് എടുത്താൽ 4 മീറ്റർ ആയിരിക്കും ടോട്ടൽ ലെങ്ത് ആയിട്ട് വരുന്നത്. There are some cans each containing 5 liters of milk. അപ്പൊ കുറെ ക്യാൻ ഉണ്ട്, അതിനകത്ത് ഓരോന്നിലും 5 ലിറ്റർ മിൽക്ക് ആണുള്ളത്. The milk in each vessel, ഓരോ ക്യാനിനകത്തു നിന്നും ഉള്ളത് എടുത്തിട്ട് is used to fill 6 identical bottles. അപ്പൊ 6 ബോട്ടിലാണ് ഫിൽ ചെയ്യുന്നത്. ഓക്കെ, 5 ലിറ്റർ മിൽക്ക് ആണ് ഒരു ബോട്ടിലിനകത്തുള്ളത്. അത് എടുത്തിട്ട് അല്ല, ഒരു ക്യാനിനകത്ത് അല്ലെ, ആദ്യം പറഞ്ഞത് ക്യാൻ ആണ്. ഒരു വലിയ ക്യാനിനകത്ത് 5 ലിറ്റർ മിൽക്ക് ഉണ്ട്. ആ മിൽക്ക് എടുത്തിട്ട് 6 ബോട്ടിലോട്ട് വിടുവാണ്. ഓക്കെ, അങ്ങനത്തെ കുറെ ക്യാൻസ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. There are some cans each containing. അപ്പൊ ഓരോ ക്യാനിനകത്തും 5 ലിറ്റർ മിൽക്ക്. അങ്ങനെ ഓരോ ക്യാൻ, അതായത് 5 ലിറ്റർ മിൽക്കുമാണ് നമ്മൾ എടുത്തിട്ട് 6 ബോട്ടിലോട്ട് കൊടുക്കുന്നത്. How much milk is there in each bottle? അപ്പൊ ഓരോ ബോട്ടിലും എത്ര മിൽക്ക് ഉണ്ടാവുന്ന ചോദിക്കുന്നത്. അപ്പൊ മൊത്തം ഉണ്ടായിരുന്നത് 5 ലിറ്റർ ആയിരുന്നു. അതിനെ നമ്മൾ 6 ബോട്ടിലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു അല്ലെ. 6 ഐഡന്റിക്കൽ ബോട്ടിൽസിലോട്ട് 5 ലിറ്റർ ആണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ 5/6 ലിറ്റർ ആയിരിക്കും ഒരു ബോട്ടിലിനകത്ത് ഉണ്ടാവുക. ഇനി ചോദിക്കുന്നത് ഹൗ മച്ച് മിൽക്ക് ഈസ് there in 3 such bottles. അപ്പൊ ഇതാണ് ഒരു ബോട്ടിലിനകത്തുള്ളത്. അപ്പൊ 3 ബോട്ടിലിനകത്ത് എത്രയാന്ന് ചോദിച്ചാൽ 5/6 ഇൻറ്റു 3 ചെയ്യണം. ഓക്കെ, 5/6 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 3 ഡിവൈഡ് ബൈ 1 ആണ് അവിടെ ഉള്ളത്. അപ്പൊ 5 ഇൻറ്റു 3 അല്ലെ, ന്യൂമറേറ്ററിൽ 5 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 6. ഇതിനകത്ത് 3ഉം 6ഉം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് വരും. ഇപ്പൊ ന്യൂമറേറ്ററിൽ ബാക്കിയുള്ളത് 5 ഇൻറ്റു 1 ആണ്. അപ്പൊ 5 ഇൻറ്റു 1 5, ഡിനോമിനേറ്ററിൽ ബാക്കിയുള്ളത് 2 ആണ്. അപ്പൊ 5/2 ആൻസർ വന്നിട്ടുണ്ട്. പക്ഷെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിലും വലുതാണ്, അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 ഡിവൈഡ് ബൈ 2. അപ്പൊ 2 ടൈംസ് 2 4 അല്ലെ. 4 ആണ് 2വിന്റെ ടേബിളിൽ 5ന്റെ തൊട്ടടുത്ത് വരുന്ന 5നേക്കാട്ടിലും ചെറുതായിട്ടുള്ള നമ്പർ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 വന്നു. ഇനി ആൻസർ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഏറ്റവും മുകളിലുള്ള നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 2 and അപ്പൊ 2ന്ന് തുടങ്ങി ഇവിടെ റിമൈൻഡർ ആയിട്ട് നിൽക്കുന്നത് 1, 1/2. ഇത്രയും ലിറ്റർ ആയിരിക്കും 3 ബോട്ടിൽ അല്ലെ. ഹൗ മച്ച് മിൽക്ക് ഈസ് ഇൻ 3 സച്ച് ബോട്ടിൽസ് എന്നായിരുന്നു. ഇനി ചോദിക്കുന്നത് ഇൻ 12 ബോട്ടിൽസ്. അപ്പൊ ഒരു ബോട്ടിലിനകത്തുള്ളത് 5/6 ആണ്. അങ്ങനത്തെ 12 ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ഇൻറ്റു 12 ചെയ്താൽ ടോട്ടൽ കിട്ടും. അപ്പൊ 5/6 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 12/1 ആക്കാം. ഇനി ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 12/6 ഇൻറ്റു 1 വന്നു. അതിനകത്ത് 6ഉം 12ഉം നമ്പേഴ്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കണം. 6ഉം 12ഉം നമുക്ക് രണ്ടും 6ന്റെ ടേബിളിലുള്ളതാണ്. അപ്പൊ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും അല്ലെ. കാരണം 6 ഇൻറ്റു 2 ആണ് 12. അതുകൊണ്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്. കാരണം 6 ഇൻറ്റു 1 ആണ് 6. ഓക്കെ, അപ്പോ ന്യൂമറേറ്ററിൽ ഇപ്പൊ ബാക്കിയുള്ളത് 5 ഇൻറ്റു 2 മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ 1 ഇൻറ്റു 1 1. ഈ ഡിനോമിനേറ്ററിൽ 1 എന്നുള്ളത് എഴുതണമെന്നില്ല. സോ 5 ഇൻറ്റു 2 10 ലിറ്റേഴ്സ് ആയിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. സുഹാറ ഹാസ് a 1 meter long silk ribbon. സുഹാറയുടെ കയ്യിൽ 1 meter ലെങ്ത് ഉള്ള ഒരു സിൽക്ക് റിബൺ ഉണ്ട്. She gave half of it to സൗമ്യ. സൗമ്യക്ക് അതിന്റെ പകുതി കൊടുത്തു അല്ലെ. half of it to സൗമ്യ. She in return, അതായത് സൗമ്യയുടെ കാര്യം പറയുന്നത്, സൗമ്യ എന്ത് ചെയ്തു, gave half of this to റീന. അപ്പൊ സുഹാറ ആർക്കാ കൊടുത്തത്, സൗമ്യക്ക് കൊടുത്തു. സൗമ്യ അതിന്റെ പകുതി എടുത്തിട്ട് ആർക്ക് കൊടുത്തു, റീനയ്ക്ക് കൊടുത്തു. ഇങ്ങനെയാണ് കഥ വന്നത്.
അപ്പൊ സുഹാറയുടെ കയ്യിലുണ്ടായിരുന്നത് 1 മീറ്റർ ആണ് അല്ലെ തുടക്കത്തില്. സുഹാറ ഹാസ് എ 1 മീറ്റർ ലോങ് സിൽക്ക് റിബൺ. ഷീ ഗേവ് ഹാഫ് ഓഫ് ഇറ്റ്. അപ്പൊ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/2 ആണ്. ഹാഫ് എന്ന് പറയുന്നത് 1/2 ആണ്. ഓഫ് എന്ന് പറയുമ്പോൾ മാത്സില് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, മൾട്ടിപ്ലൈ. അതുപോലെ വേറൊരു വാക്കുണ്ട് ക്വാർട്ടർ. ക്വാർട്ടർ എന്ന് പറഞ്ഞാല് 1/4 ആണ്. ഓക്കെ, അപ്പൊ ഹാഫ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1. 1/2 ഓഫ് 1 എന്ന് പറഞ്ഞാല് 1 × 1 1 തന്നെയാ അല്ലെ? അല്ലെ 1/2 എന്ന് തന്നെ വന്നു. 1/2 മീറ്റർ ആണ് സൗമ്യക്ക് കൊടുത്തത്. സൗമ്യയുടെ സൗമ്യയുടെ കയ്യിലുണ്ടായിരുന്നതിന്റെ പകുതി റീനയ്ക്ക് കൊടുത്തു. പകുതി എന്ന് പറയുമ്പോൾ ഹാഫ്. ഹാഫ് എന്ന് പറയുമ്പോൾ 1/2 തന്നെ. സൗമ്യയുടെ കയ്യിൽ ഇപ്പൊ 1/2 മീറ്റർ ഉള്ളൂ അല്ലെ? ഈ 1/2 മീറ്ററിന്റെ ഹാഫ് ആണ് കൊടുത്തത്. അപ്പൊ ഹാഫ് ഓഫ് ഹാഫ് ഇങ്ങനെ വന്നു കണ്ടോ? 1/2 ഹാഫ് ഓഫ് 1/2. ഓക്കെ, സോ ഇവിടെ 1 × 1 1 വന്നു. 2 × 2 4. ഇത്ര മീറ്റർ ആയിരിക്കും റീനയ്ക്ക് കിട്ടിയത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പീസ് റീന ഗോട്ട്? അതിന്റെ ആൻസർ 1/4 മീറ്റർ എന്ന് വരും. വാട്ട് ഈസ് ഹാഫ് ഓഫ് 1/3 മീറ്റർ? ഹാഫ് എന്ന് പറയുമ്പം 1/2 എന്നാണ് അർത്ഥം അല്ലെ? ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. ഹാഫ് ഓഫ് 1/3 എന്ന് പറയുമ്പോൾ 1/2 × 1/3. ന്യൂമറേറ്ററിൽ 1 × 1 1. 2 × 3 6. 1/6 മീറ്റേഴ്സ് ആണ്. ഹാഫ് ഓഫ് 1/3 മീറ്റർ എന്ന് പറയുന്നത് 1/6 മീറ്റേഴ്സ് ആണ്. വാട്ട് ഈസ് 1/4 ഓഫ് 1/3 മീറ്റർ? 1/4 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ എന്നും പറയും. 1/4 ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു 1/3 മീറ്റർ. അപ്പൊ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 1 × 1 1 വന്നു. 4 × 3 12 വന്നു. മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മീറ്ററിന് ആൻസറിൽ എഴുതണം. വാട്ട് ഈസ് 1/4 ഓഫ് 1/3 എന്ന് ചോദിച്ചാൽ 1/12 മീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. A string of length 1 meter is cut into 5 equal parts. അപ്പൊ 1 മീറ്റർ ഉള്ള ഒരു സ്ട്രിങ് ഉണ്ടായിരുന്നു, അത് 5 ഈക്വൽ പാർട്സ് ആക്കിയെന്ന്. അപ്പൊ 1 പാർട്ട് എത്രയായിരിക്കും? 1 പാർട്ട് വന്നത് 1 മീറ്റർ ആയിരുന്നു, അതിനെ നമ്മൾ 5 ഈക്വൽ പാർട്സ് ആക്കി. അപ്പൊ 1 ഡിവൈഡ് ബൈ 5 അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1/5 മീറ്റർ ആയിരിക്കും 1 പാർട്ടിന്റെ ലെങ്ത്. ഇവിടെ ചോദിച്ചത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് 1 സച്ച് പീസ്? അപ്പൊ ഒരു പീസ് അല്ലെ? ഇവിടെ പാർട്ട് എന്ന് പറയുന്നതിന് പീസ്, ഇവിടെ ക്വസ്റ്റിനകത്ത് പീസ് ആക്കി എന്നാ പറയുന്നത്. അപ്പം PICE പീസ് എന്ന് എഴുതാം. 1 പീസിന് 1/5 മീറ്റർ. അപ്പൊ ഹാഫ് ഓഫ് 1. അപ്പൊ ഹാഫ് ഓഫ് 1 പീസ് എന്ന് പറയുമ്പോൾ ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2. ഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തു. ഹാഫ് ഓഫ് 1 പീസ്. 1 പീസ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 1/5 മീറ്റർ ആണ്. അപ്പോ 1/2 × 1/5 ഇതായിരിക്കും ഹാഫ് ഓഫ് 1 പീസ്. അതിന്റെ ലെങ്ത് 1/2 × 1/5 ആയിരിക്കും. ഇവിടെ ന്യൂമറേറ്ററിൽ 1 × 1 1, 2 × 5 10. ഇത്ര മീറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് ഹൗ മെനി സെന്റിമീറ്റേഴ്സ്. അപ്പൊ മീറ്ററിൽ നമ്മുടെ ആൻസർ ഇരിക്കുന്നത് മീറ്ററും സെന്റിമീറ്ററും ആയിട്ടുള്ള കണക്ഷൻ നോക്കണം. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ അല്ലെ? നമ്മുടെ കയ്യിൽ ഇപ്പൊ ആൻസർ ഇരിക്കുന്നതാണെങ്കിൽ മീറ്ററിലാണ്. ഇങ്ങനെ തിരിച്ചു ആലോചിക്കാലോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ എനിക്ക് ഇനി ആൻസറിൽ സെന്റിമീറ്ററിലോട്ട് ആക്കണം. മീറ്ററിന്റെ അടുത്താണോ സെന്റിമീറ്ററിന്റെ അടുത്താണോ വലിയ നമ്പർ ഉള്ളത്? സെന്റിമീറ്ററിന്റെ അടുത്താണ് നമ്പർ വലുത് അല്ലെ? അതായത് മൾട്ടിപ്ലൈ ചെയ്യണം. സെന്റിമീറ്ററിലോട്ട് ആക്കുമ്പം നമ്മൾ മൾട്ടിപ്ലൈ ബൈ 100 ആണ്. 1നെ × 100 ചെയ്തപ്പോഴാണ് 100 ആയത്. അപ്പൊ എന്റെ കയ്യിൽ കിട്ടിയ നമ്പറിനെ 100 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. 1/10 ഇപ്പൊ ഉള്ളത് × 100 ചെയ്താൽ അതിന് എനിക്ക് സെന്റിമീറ്റർ ആക്കാം. ഓക്കെ, ഇതിനകത്ത് 100 എന്ന് പറയുന്നത് 100/1 എടുക്കാം. അപ്പൊ ഇത് വരുന്നത് 1 × 100 അല്ലെ? ന്യൂമറേറ്ററിലുള്ളത് 1 × 100 ഉം ഡിനോമിനേറ്ററിലുള്ളത് 10 × 1 ആണ്. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ 0 ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ ബാക്കി ആരാ ഉള്ളത്? 1 × 10 10 ആണ് ന്യൂമറേറ്ററിലുള്ളത്. ഡിനോമിനേറ്ററിൽ 1 × 1 1 ഉം. അതായത് ചുരുക്കി പറഞ്ഞത് 10 സെന്റിമീറ്റർ അല്ലെ? നമ്മൾ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. 10 സെന്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.